അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ബിയദിക ലതഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രേക്ഷകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അനുഗ്രഹിക്കട്ടെ. ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടിട്ടുള്ള ഹജ്ജാജിമാർ, അള്ളാഹുവിൻ്റെ അതിഥികളായിട്ടുള്ള ആളുകൾ, അവർ ഹജ്ജ് കർമ്മങ്ങൾക്ക് വേണ്ടി അതിൻ്റെ തുടക്കത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അള്ളാഹു നമുക്കെല്ലാവർക്കും ഹജ്ജിന് പോകാൻ തൗഫീഖ് നൽകട്ടെ. നമ്മുടെയൊക്കെ ആഗ്രഹം ഹജ്ജ് ചെയ്യുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. ഹജ്ജ് ചെയ്താൽ എന്താ കിട്ടുന്നത്? സ്വർഗമല്ലാതെ അതിൻ്റെ പ്രതിഫലമല്ല എന്നാണ്. ചുരുങ്ങിയത് സ്വർഗമാണ്, ചുരുങ്ങിയൊരു പ്രതിഫലം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഹജ്ജും ഉംറയും അതിൻ്റെ പ്രതിഫലം നമുക്ക് വീട്ടിൽ നിന്ന് നേടിയെടുക്കാം. നമ്മുടെ വീട്ടിൽ നിന്ന് എല്ലാ ദിവസവും നമുക്ക് ഹജ്ജും ഉംറയും ഇടയിൽ കൂലി നേടാം. എങ്ങനെ എന്നുള്ളതാണ്. വീഡിയോ അവസാനം വരെ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഇത് ചെയ്യാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമുക്കൊക്കെ ചെയ്യാം. നിങ്ങളൊക്കെ അത് ചെയ്യുകയും വേണം, നിങ്ങളത് ദുആയിൽ പെടുത്തുകയും വേണം. അതിനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഐഷ റളിയല്ലാഹു അൻഹയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബിബിയോട് പറഞ്ഞൊരു കാര്യം, 4 കാര്യം ചെയ്യാതെ പ്രിയപ്പെട്ട ആയിഷ നിങ്ങൾ ഉറങ്ങരുത്. 4 കാര്യം ചെയ്തിട്ടേ നിങ്ങൾ ഉറങ്ങാവൂ. എന്താണ് 4 കാര്യം? 1, ഖുർആൻ മുഴുവനും ഒരു പ്രാവശ്യം ഓതണം. ഫാത്തിഹ മുതൽ നാസ് വരെ ഓതണം. അത് ഖത്തും തീർക്കുക എന്ന് പറയും. ആ ഖത്തും ഓയിട്ട് ഓതുക. 2, മുഴുവൻ നബിമാരുടെയും ആ ഒരു ശുപാർശ അന്ത്യനാളിൽ നേടിയെടുക്കുക. 3, മുസ്ലിങ്ങൾ മുഴുവനും നിന്നെ തൊട്ട് തൃപ്തിപ്പെട്ടവരാകാം. 4, ഒരു ഹജ്ജും ഒരു ഉംറയും നിർവഹിക്കാം. ഈ 4 കാര്യങ്ങൾ ചെയ്തിട്ടേ ഉറങ്ങാവൂ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു. അപ്പോൾ ആയിഷ ബീവി പറയാണ്, ഇത് ഞാൻ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നിങ്ങനെ ഞാൻ ചിന്തിച്ചു. അപ്പോൾ ഞാൻ അള്ളാഹിൻ്റെ റസൂലിനോട് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു. റസൂലുള്ളാഹി നിസ്കാരത്തിലാണെന്നാണ് മനസ്സിലായത്. പിന്നീട് റസൂലുള്ളാഹി നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു. തഹജ്ജുദോ മറ്റു സുന്നത്ത് നിസ്കാരം ആകണം. ആ നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അങ്ങ് ആ പറഞ്ഞ കാര്യം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ? എനിക്ക് കഴിയും എന്ന് തോന്നുന്നില്ല. 4 കാര്യം പ്രധാനമാണ്. 1, ഖുർആൻ മുഴുവൻ ഓതുക. മുഴുവൻ നബിമാരുടെയും ശുപാർശ നേടിയെടുക്കുക. മുസ്ലിങ്ങൾ മുഴുവനും ഉടെയും തൃപ്തി നേടിയെടുക്കുക. ഹജ്ജും ഉംറയും ചെയ്യുക. ഇതാ 4 കാര്യം. അപ്പോൾ റസൂലുള്ളാഹി ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് 3 പ്രാവശ്യം ഓതിയാൽ, ഇദാ ഖറഅത ഖുൽ ഹുവല്ലാഹു അഹദ് സലാസ ഫകഅന്നക ഖതംതൽ ഖുർആൻ. 3 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ നിങ്ങൾ ഖുർആൻ മുഴുവൻ ഓതിയ കൂലി നിങ്ങൾക്ക് കിട്ടും. അത് പ്രയാസമുണ്ടോ? ഇല്ല. 2ാമത്തെ കാര്യം, വൈദാ സല്ലൈത അലയ്യ വഅലൽ അംബിയാഇ മിൻ ഖബ്ലി ഫഖദ് സിർന ശുഫആ ലക യൗമൽ ഖിയാമ. എൻ്റെയും മുൻകഴിഞ്ഞു പോയ നബിമാരുടെയും മേൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയാൽ ആ നബിമാരുടെ മുഴുവനും ശുപാർശ അന്ത്യനാളിൽ നിങ്ങൾക്ക് കിട്ടും. അതിന് നമുക്ക് ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലിയാൽ മതി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും കുടുംബത്തിൻ്റെയും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെയും കുടുംബത്തിൻ്റെയും മേലിലെല്ലാം നമ്മൾ അതിൽ അനുഗ്രഹത്തിന് വേണ്ടി നാം ദുആ ചെയ്യുന്നുണ്ടല്ലോ. സ്വലാത്ത് വളരെ മഹത്വമുള്ളൊരു സ്വലാത്താണ് ഇബ്രാഹിമിയ സ്വലാത്ത്. നിസ്കാരത്തിലേക്ക് പോകുന്ന സ്വലാത്ത്, തഹിയ്യാത്തിന് ശേഷം നമ്മൾ നിർവഹിക്കുന്ന സ്വലാത്ത്, ആ സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് ഈ ഒരു കാര്യം നേടിയെടുക്കാൻ പറ്റും.
സ്വലാത്ത് ചൊല്ലിയാൽ മതി. മൂന്നാമത് വൈദസ്തഗ്ഫർത ലിൽ മുഅ്മിനീന ഫകുല്ലുഹും യർളൗന അൻക. എല്ലാ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവരുടെ മുഴുവനും തൃപ്തി നിങ്ങൾക്ക് കിട്ടും. നമ്മളൊക്കെ ഖുതുബയിൽ നിങ്ങൾ ദുആ ചെയ്യുന്നത് കേൾക്കാറില്ലേ? അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. എല്ലാവരും അതിൽപ്പെട്ടു. മുസ്ലിമായ ആണിനും പെണ്ണിനും, മുഅ്മിനായ ആണിനും പെണ്ണിനും, ജീവിച്ചിരിക്കുന്നവർക്കും മരണപ്പെട്ടവർക്കൊക്കെ വേണ്ടി ദുആ. ഈ 3 ലഫ്ളുള്ള ദുആ നിങ്ങൾ നിർവഹിച്ചാൽ നിങ്ങൾക്കും ഇതിൻ്റെ കൂലി കിട്ടും. ആയിഷ ബിബിയോട് റസൂലുള്ളാഹി പറഞ്ഞു. അത് പ്രയാസമുണ്ടോ? ഇല്ല. നാലാമത് വൈദാ ഖുൽത സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് നിങ്ങൾ ചൊല്ലിയാൽ ഫഖദ് ഹജ്ജതി വഅതമർതി. നിങ്ങൾ ഹജ്ജ് ചെയ്തതുപോലെയാണ്, നിങ്ങൾ ഉംറ ചെയ്തതുപോലെയാണ്. ഇത് പ്രയാസമുണ്ടോ? ഒരു പ്രയാസമില്ല. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്കൊക്കെ ഇത് നിർവഹിക്കാമല്ലോ. ഇതെന്ത് പ്രയാസമുള്ളത്? ഒരു പ്രയാസമില്ല. കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് നമുക്കിത് നിർവഹിക്കാം. നിങ്ങളൊക്കെ ഇത് നിർവഹിക്കണം. നിങ്ങൾക്കൊക്കെ ഇതിൻ്റെ നന്മ കിട്ടണമെന്നുള്ള താല്പര്യത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഇത് നിങ്ങളുടെ കൂട്ടുകാർക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പുകളിലൊക്കെ ഇത് ഷെയർ ചെയ്ത് അവർക്കൊക്കെ ഈ നന്മകൾ എത്തട്ടെ. അതുകൊണ്ട് എത്തിച്ചാൽ നമുക്കതിൻ്റെ ഒരു കൂലി കിട്ടുമല്ലോ. ഒരു നന്മ നമ്മൾ ഒരാളിലേക്ക് എത്തിച്ചാൽ, ഈ ഒരു സോഷ്യൽ മീഡിയ വളരെ മോശമായ രൂപത്തിൽ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, വളരെ മോശമായതിനു വേണ്ടിയും മറ്റും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ നന്മകളൊക്കെ ഒന്ന് ഷെയർ ചെയ്താൽ നമുക്കതിൻ്റെ കൂലി കിട്ടുമല്ലോ. അതുകൊണ്ട് നിങ്ങളൊക്കെ ദുആ ചെയ്യണം. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.